നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പുറത്ത് കാണുന്ന ശരീരമല്ല, അകത്തുള്ള ഒറിജിനലാണ്. ഇത് ഒരു സ്പിരിറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് കാണാത്തതിൽ ആശ്രയിക്കാതെ, കാണാത്തതിനെ അറിയാതെ കാണുന്നതിൽ അറിഞ്ഞ് ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ തകർച്ച എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മെസ്സേജിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും നമ്മൾ എടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല. പക്ഷെ ഇന്ന് ഞാൻ ആ മെസ്സേജ് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് കൊണ്ട്, നിങ്ങളൊരു ആത്മജീവിയാണ്. ദൈവം ആത്മാവാകുന്നത് ദൈവത്തിൻ്റെ മക്കൾ ആത്മജീവിയാണ്. മരണം അല്ലെങ്കിൽ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഇല്ലെങ്കിൽ ഡിപ്പാർട്ട് ചെയ്യുന്ന ആ ഒരു അനുഭവത്തെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ആക്ച്വലി ആത്മാവിന് മരണമില്ല. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ ഈ യേശുവിനോട് കൂടെ തന്നെയാണ് കഴിയാൻ പോകുന്നത്. അത് സ്വർഗത്തിലായാലും ഭൂമിയിലായാലും. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ ഞാൻ ഉയരുന്നില്ല, വളരുന്നില്ല, ഇങ്ങനത്തെ ഇത്യാദി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ദൈവം തരാഞ്ഞിട്ടല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. 2 പത്രോസ് 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. ജീവനും അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ശ്രേഷ്ഠമായ നമ്മുടെ ലൈഫിന്, ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഇനി വരും എന്നല്ല, എല്ലാം വന്നു കഴിഞ്ഞു എന്ന്. അവയർനെസ്. അപ്പോൾ ഇനി മുകളിൽ നിന്നൊന്നും വരാനില്ല, ദൈവമൊന്നും തരാനില്ല, ദൈവം തരേണ്ടതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്ട്രഗിൾ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം കഴിയുമ്പോൾ വേറൊരു തടസ്സമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തുള്ള ഹാൻഡിൽസൊക്കെ എന്തുകൊണ്ടാണ്? അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഈ അറിവ് എന്നുള്ള വിഷയത്തിനെക്കുറിച്ച് 3-4 വേർഡുകളാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇച്ചിരി തിയോളജിക്കലായതുകൊണ്ട് കൂടുതൽ കട്ടിയായി ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒന്ന്, വെളിപ്പാടിനാലുള്ള അറിവുണ്ട്. ഇതിൻ്റെ പേരാണ് ജിനാസ്കോ എന്നുള്ള ഗ്രീക്ക് പദം. ജിനാസ്കോ ഇറ്റ്സ് എ നോളേജ് ഓഫ് റെവലേഷൻ, വെളിപ്പാടിനാൽ ലഭിച്ച അറിവ്. രണ്ടാമത്തെ ഒരു അറിവ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് നോളേജ് ഓർ സയൻസ് നോളേജ് ഓർ ഇൻ്റലക്ച്വൽ നോളേജ്. നമുക്ക് സാധാരണ ലഭിക്കുന്ന ബുക്സിൽ നിന്നും മറ്റ് പല കാര്യങ്ങളും നമ്മൾ നേടുന്ന അറിവാണ് ഇൻ്റലക്ച്വൽ നോളേജ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളേജ്. വേറൊരു വേർഡുണ്ട്. ഈ 2 പത്രോസ് 1-ൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിക്കുമ്പോൾ കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. 2 പത്രോസിൻ്റെ 1-ന്റെ 2-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ആൻഡ് യു അക്കോർഡിംഗ് ടു ദ നോളേജ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിക്കുമ്പോൾ കൃപയും സമാധാനവും നമ്മൾ വർദ്ധിക്കും. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നതിന് ഇപ്പോൾ റെവലേഷൻ നോളേജിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം നോസിസ് എന്നാണ്. ജി ആണ് തുടങ്ങുന്നത്, പക്ഷേ ജി സൈലൻ്റ് ആണ്. നോസിസ് ഗ്രീക്ക് പദമാണ്. അത് സയൻസ് നോളേജ്, സയൻറ്റിഫിക് നോളേജ്. റെവലേഷൻ നോളേജ് ജിനാസ്കോ. അപ്പോൾ നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് നമുക്ക് ഇൻ്റലക്ച്വലായിട്ടും പഠിക്കാം വിത്ത് റെവലേഷനും ഉണ്ട്. അപ്പോൾ റെവലേഷൻ നോളജ് ജിനാസ്കോ, സയൻസ് നോളേജ് നോസിസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ഇപ്പിഗ്നോസിസ് ആണ്. EPIGNOSIS. ഇപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഫുൾ നോളേജ്, കംപ്ലീറ്റ് നോളേജ്, പെർഫെക്റ്റ് നോളേജ്, മെച്യൂർ നോളേജ്, പൂർണ്ണ അറിവ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ലിമിറ്റുണ്ട്. നമ്മുടെ ലൈഫ് പോകുന്നത് എത്രത്തോളം ദൈവത്തെ നമുക്കറിയാം അതിനനുസരിച്ചുള്ള ലെവലിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ജീവിതശൈലി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മൊത്തം പോകുന്നത് അത് ഉയർച്ചയാണെങ്കിൽ താഴ്ചയിൽ പോവുകയാണെങ്കിലും അത്രമാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തുള്ളൂ.
അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് നിങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ വേറൊരു ആംഗിളിലാണ് പോകുന്നത്. ഞാൻ ഇന്നും പറയുന്നൊരു കാര്യം, ഈ ചിന്ത, നമ്മൾ പറയുന്നത് ചിന്ത എന്ന് പറയുന്നത് കൊള്ളിയാൻ മിന്നുന്നത് പോലെ ബ്രെയിനിൽ കൂടെ ഇടയ്ക്കൊന്ന് ഫ്ലിക്കർ ചെയ്യുന്ന ഒരു ഫ്ലാഷൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ചിന്ത എന്ന് പറയുന്നത് ഉപദ്രവകാരിയല്ല, വളരെ ഇന്നസെൻ്റാണ്. നോ, ചിന്ത വളരെ ഡേഞ്ചറാണ്. ചിന്ത എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ്. കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാ നിങ്ങൾ. സദൃശവാക്യങ്ങളിൽ നമ്മൾ 23:7 കാണുന്നു, ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു അതാണ് അവൻ. അപ്പോൾ പിശാച് ഏറ്റവും കൂടുതൽ നമ്മളെ ആക്രമിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്, അതിലെ ചിന്ത, തോട്ട്സ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതെല്ലാം ഈ തോട്ട്സിനെ ആശ്രയിച്ചിരിക്കും. തോട്ട്സ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് ഇൻഫർമേഷനാണ്, നിങ്ങൾ എന്ത് കേൾക്കുന്നു. അതുകൊണ്ട് ലോകപരമായ കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ ചിന്തയിൽ കയറിക്കഴിഞ്ഞാൽ ആത്മീയ ലെവലിൽ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ ചിന്ത മുഴുവനും ലൗകികമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം, മെഡിറ്റേഷൻ, അതിൻ്റെ സ്റ്റഡി, അതിൻ്റെ സ്പിരിച്വൽ സോങ്സ്, നിങ്ങളുടെ പ്രെയർ ലൈഫ്, നിങ്ങളുടെ ഫാസ്റ്റിംഗ്, ഇതെല്ലാം നിങ്ങളുടെ തോട്ട്സിനെ സ്പിരിച്വൽ ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ചെറിയൊരു മാറ്റർ അല്ല, ഇറ്റ്സ് എ ബിഗ് മാറ്റർ. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചിന്തിച്ചു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ ടോട്ടൽ റിസൾട്ടാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹയർ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. എല്ലാം തന്നു കഴിഞ്ഞു. ഞാൻ ബൈബിളിലെ വാക്യമാണ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നത്. ഇനി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്ത്? രക്ഷ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ, പൗലോസ് പറഞ്ഞു, നിങ്ങൾ പുതിയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. ബൈബിളിൽ 2 കൊരിന്ത്യർ 4:16 എത്തിയപ്പോൾ അകത്തെ മനുഷ്യൻ, കൊലോസ്യരിൽ അകത്തെ മനുഷ്യൻ, എഫേസ്യരിൽ അകത്തെ മനുഷ്യൻ. അപ്പോൾ ഇവിടെ ബൈബിളിൽ പുറത്തെ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുറത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഷെൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തേക്ക്. അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഒറിജിനൽ, അതാണ് സ്പിരിറ്റ്, അതാണ് മാൻ. ഇത് പല പ്രാവശ്യം പല എപ്പിസോഡിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടെ പോകുന്നില്ല. ബൈബിളിൽ പല പ്രാവശ്യം പൗലോസ് പറഞ്ഞു, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ അകത്തെ മനുഷ്യൻ, ഇത് നമ്മൾ അറിയാത്തോടത്തോളം കാലം ഒരിക്കലും നമ്മളൊരു ന്യൂ ലൈഫിൽ നടക്കാൻ കഴിയത്തില്ല. അങ്ങനെ റോമർക്കെഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വിശുദ്ധനായ പൗലോസ് നമ്മളോട് വളരെ ശക്തമായി വാൺ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളെയും ഉയർപ്പിച്ചു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പഴക്കത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ കാര്യം, നമ്മളിൽ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും, കൊലോസ്യരിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. നമുക്കിപ്പോൾ ചിന്തിക്കുന്നത്, നമുക്ക് പാവം ചെയ്യാൻ തോന്നുമ്പോൾ പഴയ മനുഷ്യനും, നല്ലത് ചെയ്യാൻ തോന്നുമ്പോൾ പുതിയ മനുഷ്യനും, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ പഴയ മനുഷ്യൻ കഴിഞ്ഞുപോയി, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്ന് മുതൽ. അതാണ് ഞാൻ പറഞ്ഞത്. പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ മെസ്സേജിൻ്റെ പ്രത്യേകത? ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ഈ സ്പിരിറ്റ് സോൾ ബോഡി മാത്രമല്ല, ഞങ്ങൾ മതം പ്രസംഗിക്കാറില്ല. എല്ലാ മതങ്ങളെയും ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാ ഡിനോമിനേഷനും ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. മനുഷ്യന് വേണ്ടത് ഡിനോമിനേഷനോ മനുഷ്യന് വേണ്ടത് മതമല്ല, സത്യമാണ്. സത്യം നിങ്ങൾ അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എല്ലാ മതത്തിൽപ്പെട്ടവരും എൻ്റെ എല്ലാ മീറ്റിങ്ങിലും കടന്നു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതം സംസാരിക്കുന്നില്ല, ഞങ്ങളൊരു ജീവനെക്കുറിച്ചാണ് പറയുന്നത്, ഒരു പുതിയ ജീവനെക്കുറിച്ചാണ് പറയുന്നത്. അത് ആൾറെഡി നിങ്ങൾ ഒബ്റ്റെയിൻഡ്, നിങ്ങളത് പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷെ ചിലവർക്കുള്ള പ്രശ്നം, ഇതുവരെ അവരറിഞ്ഞിട്ടില്ല ഒരു പുതിയ സൃഷ്ടിയാണെന്ന്. ഹോസിയ 4:6 നമ്മൾ കാണുന്നത് പോലെ, എൻ്റെ ജനം എന്നെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവർ നശിച്ചു പോകുന്നു. കാരണം അവർക്ക് നോസിസ് കാണും, പക്ഷേ എപ്പിഗ്നോസിസ് ഇല്ല. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നും ഇനി
ഒന്നിനും വേണ്ടി കാത്തിരിക്കേണ്ട, എല്ലാം വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കും. അതിൻ്റെ ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ഫിലമോൻ 1:5 മലയാളത്തിലും 1:6 ഇംഗ്ലീഷിലും വായിക്കുമ്പോൾ ഒരു ഇഫക്ച്വൽ ക്രിസ്ത്യൻ ലൈഫിന് ആവശ്യമായിരിക്കുന്നത് യു ഹാവ് ടു ഡിസ്കവർ ദാറ്റ് എവറി ഗുഡ് തിങ് വിച്ച് ഈസ് ഇൻ യു. രക്ഷിക്കപ്പെട്ട അന്ന് നിങ്ങളിൽ എല്ലാ നന്മയും, എന്നാൽ എല്ലാ നന്മയും നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്ന് മുതൽ. രക്ഷിക്കപ്പെടുക എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആ ധാരണയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വാ കൊണ്ടേറ്റ് പറയുക. റോമർ 10:9. ചെറിയൊരു കാര്യമാണ്. ഇതുവരെ ആരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് വിശ്വസിച്ചിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് ടൈം. ഇപ്പോൾ നിങ്ങൾക്കത് പറയാം. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നിങ്ങൾ തിന്മയില്ല, നിങ്ങൾ നന്മയേ ഉള്ളൂ. പക്ഷേ അവിടെയും ചോദിച്ചിരിക്കുന്നത് അക്നോളജിങ് എന്നൊരു വാക്കുണ്ട്. ഫിലമോൻ 1:6 അക്നോളജിങ് ദാറ്റ് എവറി ഗുഡ് തിങ് വിച്ച് ഈസ് ഇൻ യു. ഇവിടെ അക്നോളജിങ് എന്ന് പറയുന്നതും എപ്പിഗ്നോസിസ് ആണ്. അപ്പോൾ നന്മയുണ്ടെന്ന് അറിയണമെങ്കിൽ എപ്പിഗ്നോസിസ്, ആ ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു അറിവുണ്ടെങ്കിലേ എന്നിൽ നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. പിന്നെ എൻ്റെ സ്ട്രഗിളൊക്കെ കഴിഞ്ഞു. നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചിന്ത, അത് പാവം, ഇത് പാവം, പണം പാവം. പണം പാപം എന്ന് ബൈബിൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ പണത്തോടുള്ള ആർത്തി, പണം മാത്രമുള്ള ചിന്ത, ഇതൊക്കെ പാപം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ പണം വേണം. അതിനായി അത്യാഗ്രഹം കൊണ്ട് അന്യായ മാർഗങ്ങളോട് സമ്പാദിക്കുന്നതൊക്കെ ബൈബിളെതിരാണ്, ദൈവമെതിരാണ്. പക്ഷെ നിങ്ങൾക്ക് ശ്രേഷ്ഠമായി ജീവിക്കാൻ ദൈവം തന്നു കഴിഞ്ഞു. അത് നിങ്ങൾ ഈ എപ്പിഗ്നോസിസ് വരുമ്പോൾ അത് നിങ്ങളേതാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് മുന്നോട്ട് പോകും. പണം ദൈവം നമുക്ക് തരുന്നത് ഷെയറിങ്ങിനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വെൽത്തിനെ കുറിച്ച് PhD എടുക്കുന്ന ഒരു സാറുമായിട്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സത്യത്തിൽ എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്, ബൈബിളിൽ പണം പാപമാണോ? അദ്ദേഹം പറഞ്ഞു, പണം ഒരിക്കലും പാപമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഞാൻ PhD എടുത്തിട്ടില്ല, അദ്ദേഹം PhD ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണം ഷെയറിങ്ങിനാണ്. ഇല്ലാത്തവനെ കാണുമ്പോൾ സഹായിക്കുക, ആവശ്യക്കാരനെ കണ്ടാൽ സഹായിക്കുക. അങ്ങനെ ഒരു സഹായത്തിനല്ല ഈ പണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കളക്ട് ചെയ്ത് ബാങ്കിലിട്ട് നിങ്ങൾ മാത്രം സ്വാർത്ഥരായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ പാപമായിരിക്കാം. പക്ഷെ പണം എപ്പോഴും ഷെയറിംഗ് ആണ്. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നിങ്ങൾക്ക് ഇന്നും പഴയ സ്വഭാവം നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരികയാണ്, ഞാൻ യഥാർത്ഥമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച മനുഷ്യനാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ആ സ്വഭാവം മാറുന്നില്ല? നിങ്ങൾ ചിന്തിക്കേണ്ടത് സാത്താനിൽ നിന്ന് വന്നതാണെന്ന് ചിന്തിക്കല്ലേ. അത് സാത്താനിൽ നിന്ന് വന്നതല്ല, മറിച്ച് അത് നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, കാർണൽ മൈൻഡ്. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല, ശൈശവാവസ്ഥയിലിരിക്കുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതേ അവസ്ഥയിൽ തുടരുന്നതാണ് നെപ്പിയൂസ്. ഇവനൊരു വളർച്ചയുമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ടു ഫീഡ് യുവർ സ്പിരിറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മമണ്ഡലത്തെ നിങ്ങൾ നിറച്ച് മനസ്സ് നിങ്ങൾ പുതുക്കി രൂപാന്തരപ്പെടണം. വിശുദ്ധനായ പൗലോസ് റോമർ 12 വ്യക്തമായി എഴുതി. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. എഫേസ്യർ 2 നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവാണ് ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ നിങ്ങളുടെ സ്വഭാവം കിടക്കുന്നത് നിങ്ങളുടെ ആത്മാവിലല്ല. അത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു ദിവസം കൊണ്ടല്ല, കൂടുതൽ 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 ക്രിസ്തുവിൽ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ, തിരുവചനം കേൾക്കുവാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം.
ക്രിസ്തുവിൽ വളരുക. 2 പത്രോസ് 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. 1 പത്രോസ് 2:1 നോക്കി. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പൻ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റിലീജിയസ് ആയി ചർച്ചിൽ പോയി എല്ലാ ഞായറാഴ്ചയും വിടാതെ പോവുക, അതല്ല ലക്ഷ്യം. നിങ്ങളൊരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന സ്ഥലമായിരിക്കും. പോകുന്ന സ്ഥലത്ത് പഠിപ്പ് ശരിയല്ലെങ്കിൽ അതാണ് നിങ്ങൾ പിന്നെ വിശ്വസിക്കുന്നത്. നല്ല മായമില്ലാത്ത വചനം ലഭിക്കുന്ന ആരാധനാ സ്ഥലത്തെ നിങ്ങൾ പോകാം. കാരണം അത് നിങ്ങളുടെ ചിന്തയെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഡേഞ്ചറസ് അല്ല. അപ്പോൾ ക്രിസ്തുവിലായാൽ പിന്നെ പുതിയ സൃഷ്ടി എന്ന് മാത്രമല്ല, പിന്നെ അവിടുന്ന് വളരണം. പിന്നെ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഡ്യൂട്രോണമി 6:6 മുതൽ താഴേക്ക്, യോശുവയുടെ പുസ്തകം 1:8 മുതൽ താഴേക്ക്, സങ്കീർത്തനങ്ങൾ 1 ഇതൊക്കെ വായിക്കുമ്പോൾ രാവും പകലും ധ്യാനിക്കുക, രാവും പകലും ധ്യാനിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, രാവും പകലും ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കൈയുയർത്തിയിരിക്കുക എന്നുള്ളതല്ല. യു ഹാവ് ടു സ്പീക്ക്, യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു അട്ടർ, യു ഹാവ് ടു മറ്റർ, യു ഹാവ് ടു റോ. അപ്പം മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ. അങ്ങനെയാണെങ്കിൽ ദൈവവചനമായിട്ടിരിക്കുമ്പോൾ ഇമാജിനേഷൻ, അതായത് വിഷ്വലൈസ് ചെയ്യുക, അതായത് ഭാവന കാണുക. അതെന്താ? ദൈവത്തിൻ്റെ വചനം നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് നിങ്ങളിന്ന് ഇരുന്ന് ചിന്തിക്കുന്നതും മെഡിറ്റേഷൻ്റെ ഭാഗം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് അങ്ങ് മാറുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ ഇപ്പോൾ ഏത് രീതിയിൽ കാണുന്നു? നിങ്ങളിലെല്ലാം ദൈവം എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളത് എടുക്കുന്നത് കാത്തിരിക്കുകയാണ് ദൈവം. നമ്മൾ അതെടുക്കാതെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മെസ്സേജിൻ്റെ പ്രത്യേകത എല്ലാ നന്മകളും ഞങ്ങളിലല്ല നിങ്ങളിലാണെന്ന് പഠിപ്പിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. പിന്നെ ആരിൽ ആശ്രയിക്കണം? എല്ലാം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ആശ്രയിക്കണം. ഒരു പ്രത്യേക സ്ഥലത്തല്ല വിടുതൽ. വിടുതൽ നിങ്ങളുടെ അകത്തുനിന്നാണ് വരേണ്ടത്. ഇതിനെതിരെ ആര് പ്രസംഗിച്ചാലും അത് തെറ്റാണ്. എല്ലാ നന്മകളും നിങ്ങളിലുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതറിഞ്ഞ് ജീവിക്കണം. എന്ത് നന്മകൾ എന്നിലുണ്ട്. അതാണ് ഡിസ്കവർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. യു ഹാവ് ടു ഡിസ്കവർ. ഫിലിമോൻ 1:6 ഇംഗ്ലീഷിലുള്ളത് യു ഹാവ് ടു ഡിസ്കവർ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, യു ഹാവ് ടു അക്നോളജ് വാട്ട് എവറി ഗുഡ് തിങ് വിച്ച് ഈസ് ഇൻ യു. ഇതറിഞ്ഞിട്ട് വേണം കർത്താവുമായിട്ടുള്ള ആ ഷെയറിങ്ങിൽ, ഗോസ്പലുമായിട്ടുള്ള ഷെയറിങ്ങിൽ ഇഫക്റ്റീവായിട്ട് ജീവിക്കുവാൻ. നാളെ എന്നെ വിളിക്കുക, ഫോൺ വഴി ഞാൻ നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ 2 ലൈനും ചിലപ്പോൾ ബിസിയായി വരും. എങ്കിലും നിങ്ങൾ കാത്തു നിൽക്കുക. മിസ് കോളാണ് വന്നതെങ്കിൽ ഞങ്ങൾ തിരിച്ച് വിളിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ വിളിക്കാൻ കാശില്ലെങ്കിൽ നിങ്ങളൊരു മിസ് കോൾ തരിക. നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നാളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ ചോദ്യ ഉത്തരവത്തിനൊന്നുള്ള സമയമല്ല, നിങ്ങളുടെ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നാളെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ നാളെ പ്രാർത്ഥിക്കും. അടുത്ത എപ്പിസോഡും എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. നിങ്ങളുടെ പരിസരങ്ങളിൽ ഞാൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കടമ്പനാട് ഞാൻ വരുന്നുണ്ട്. കടമ്പനാട് ഞാൻ വരുന്നത് ഫെബ്രുവരി 11-ാം തീയതി കടമ്പനാട് വരുന്നുണ്ട്. നിങ്ങളുടെ ആ പരിസരത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അന്ന് നമുക്ക് നേരിട്ട് അവിടെ കാണാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അറിഞ്ഞ് നിങ്ങളുടെ അകത്തുള്ള നന്മയെ അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. എപ്പിഗ്നോസിസ്.